ഹലോ ഗൈസ്. അങ്ങനെ ശങ്കറിൻ്റെ സംവിധാനത്തിലെ അടുത്ത പടവും കണ്ടു. പടത്തിൻ്റെ പേര് ഗെയിം ചേഞ്ചർ. രാംചരൺ, എസ് ജെ സൂര്യ, പിന്നെ ജയറാം, പിന്നെ കിയാറ അദ്വാനി ഇവരെല്ലാം അഭിനയിച്ച പടമാണ് ഗെയിം ചേഞ്ചർ. നേരത്തെയൊക്കെ ശങ്കറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടമായിരിക്കും. അതായത് ബഡ്ജറ്റൊക്കെ എപ്പോഴും കൂടുതലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിനകത്തെ കഥയാണെങ്കിലും മേക്കിങ്ങും ഒക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു 2.0 തൊട്ടാണ് തോന്നുന്നു പുള്ളിയുടെ ഇങ്ങോട്ടുള്ള എല്ലാ പടവും അത്യാവശ്യം നല്ല ബോറാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 2.0 വിജയിച്ചു. അത് കഴിഞ്ഞിറങ്ങിയ പടമാണെന്ന് തോന്നുന്നു ഇന്ത്യൻ 2. അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പടമാണ് ഗെയിം ചേഞ്ചർ. ഇതും പൊട്ടി. പിന്നെ ശങ്കറിൻ്റെ പടം എന്ന് പറയുന്നത് തന്നെ പുള്ളി ഒരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 3-4 കൊല്ലം കഴിയും ആ പടം ഇറങ്ങണമെങ്കിൽ. അതുപോലെ തന്നെയായിരുന്നു ഈ പടവും. ഗെയിം ചേഞ്ചറും എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് മുന്നേ അനൗൺസ് ചെയ്ത് അവസാനം ഇറങ്ങി തിയേറ്ററിലാണെങ്കിലും വലിയ വിജയമൊന്നും നേടിയില്ല. എനിക്ക് തോന്നുന്നു 100-150 കോടി വരെ പോയെന്ന് തോന്നുന്നു. ആദ്യം പക്ഷേ ഇവർ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയത് ഫസ്റ്റ് ഡേ തന്നെ 156 കോടി നേടിയെന്നൊക്കെയായിരുന്നു. പക്ഷേ ശരിക്കും അന്ന് നേടിയത് 83-86 കോടിയോ എങ്ങാണ്ടാണ്. ആദ്യത്തെ ദിവസമൊക്കെ നല്ല രീതിയിൽ തള്ളിക്കയറ്റി വിട്ടായിരുന്നു. പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി. ചിലപ്പം ഇപ്പോഴും അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും പടം ഹിറ്റാണെന്നും എല്ലാം. ഒന്നെങ്കിൽ ശങ്കർ ഈ പണി നിർത്തണം, അല്ലെങ്കിൽ പുള്ളി കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം പടം എടുക്കാൻ. ഈ പടം കാണാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ശങ്കറൊക്കെ തന്നെയായിരുന്നു. കാരണം പുള്ളിയുടെ പഴയ പടം പൊട്ടിയെന്നും പറഞ്ഞ് അടുത്ത പടവും പൊട്ടണമെന്നില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥ കാർത്തിക് സുബരാജാണ് എഴുതിയത്. പക്ഷേ ഇത് രണ്ടും വെറുതെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കാർത്തിക് സുബരാജ് ഇത് പണ്ടെങ്ങാണ്ട് എഴുതിയ കഥ ശങ്കർ ഇപ്പം പൊടിയൊക്കെ തട്ടി ഇപ്പം എടുത്ത് പടമാക്കിയതാണെന്ന് തോന്നുന്നു. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ്, ചിലപ്പോൾ ആവറേജിന് താഴെ നിൽക്കും. അങ്ങനെ ഒരു പടമാണ്. ഇതിനകത്ത് രാംചരന് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൂടുമ്പം പുള്ളിയുടെ പൊസിഷൻ മാറും. അതായത് പുള്ളിയുടെ ജോലിയുടെ പൊസിഷൻ അരമണിക്കൂർ വീതം മാറുന്ന രീതിയിലാണ് ഈ പടത്തിനകത്ത്. ഗെയിം ചേഞ്ചറിന് പകരം ജോബ് ചേഞ്ചറിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കായിരുന്നു. അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ ഈ പടത്തിന് കുറച്ചുകൂടെ വേണമെങ്കിൽ യോജിക്കുന്ന പേരായേനെ. പിന്നെ ഇതിനകത്തെ പാട്ട് തന്നെ എല്ലാ പാട്ടിനും കൂടെ ഏകദേശം 75 കോടി രൂപയായെന്നാണ് നേരത്തെയൊക്കെ പറഞ്ഞത്. VFX ഒക്കെ കാണുമ്പോൾ ഇതിലും നല്ല വൃത്തിയായിട്ട് കൊച്ചു പിള്ളേർ ചെയ്യുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതിനകത്ത് നല്ലൊരു പാട്ടുണ്ടായിരുന്നു. മറ്റേ നാനെ ഹൈരാന എന്നു പറഞ്ഞ് ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു. ആ പാട്ട് ഏതായാലും ഈ പടത്തിൽ നിന്നേ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇൻ്റർവെൽ സീൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണേൽ പറയാം. ഈ ഒരു പടത്തിൽ വലിയ സസ്പെൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കെല്ലാം നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പടത്തിലുള്ളത്. അല്ലാതെ ഭയങ്കര സസ്പെൻസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ജയറാമുണ്ട്. ജയറാം എന്തിനാണ് ഈ പടം കമ്മിറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അവിടെ കൊണ്ടുപോയി ഒരുമാതിരി കോമാളി രീതിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലാണെങ്കിലും പുള്ളി ഒരു കോമാളിയായിട്ടൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് രാംചരൻ്റെ പഴയ കാല, അതായത് ഇപ്പോഴുള്ള രാംചരൻ്റെ അച്ഛൻ്റെ കഥ പറയുന്ന ഒരു കുറച്ച് പോർഷനുണ്ട്. അച്ഛനായിട്ട് അഭിനയിക്കുന്നതും രാംചരൺ തന്നെയാണ്. ആ ഒരു പോർഷനൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ഫൈറ്റൊക്കെ ആണെങ്കിലും അത്ര അങ്ങ് മികച്ചതൊന്നുമല്ല, വേണേ കണ്ടിരിക്കാം എന്നുള്ളൊരിതേ ഉള്ളൂ. പിന്നെ എസ് ജെ സൂര്യ പുള്ളി പിന്നെ എപ്പോഴും പുള്ളിയുടെ റോള് നല്ല അടിപൊളിയാക്കാറുണ്ട്. അത് ഈ ഒരു പടത്തിലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ പടവും 400 കോടി ബഡ്ജറ്റിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ആ 400 കോടിയുടെ അത്രയൊന്നും ഈ പടം ഇല്ല. ഇപ്പോൾ എല്ലാ പടവും വലിയ ബിഗ് ബഡ്ജറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ കോടികളൊക്കെ എങ്ങോട്ട് പോകുന്നതെന്നറിയത്തില്ല. അത് ഇപ്പോൾ കോടികൾക്കൊന്നും ഒരു വിലയില്ലേ. എന്തായാലും ശങ്കർ ഇന്ത്യൻ 2-ഉം ഗെയിം ചേഞ്ചറും എല്ലാം കൂടെ എടുത്ത് ഏകദേശം ഒരു 400 കോടി രൂപയുടെ നഷ്ടം ഇപ്പം തന്നെ വരുത്തിയിട്ടുണ്ട്. ഇനിയും ഇന്ത്യൻ 3 വരുമ്പം നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കണ്ടറിയാം. ദൈവത്തെ ഓർത്ത് ആ അന്യൻ്റെ 2ാം ഭാഗം ഒന്നും എടുത്ത് കളഞ്ഞേക്കല്ലേ. കാരണം അന്യൻ നല്ല അടിപൊളി പടമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് വെറുതെ ആ ഫസ്റ്റ് പാർട്ടിനും കൂടെ ചീത്തപ്പേരാക്കരുത്. പിന്നെ അതുപോലെ ഇന്ത്യൻ 2 ആയിട്ട് ഈ ഗെയിം ചേഞ്ചർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിം ചേഞ്ചറാണ് ഇന്ത്യൻ 2-നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ. കാരണം ഗെയിം ചേഞ്ചർ ഒന്നുമല്ലേ കണ്ടെങ്കിലും ഇരിക്കുക. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും ഒരു ആവറേജ് സാധനം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഒരു നോർമൽ തെലുങ്ക് പടം എന്നുള്ള ഇതല്ലാതെ ഭയങ്കര അതിനകത്ത് കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു പോസിറ്റീവ് രാംചരൻ്റെ ലുക്ക്. ഇതിനകത്ത് കുറേ ലുക്കുണ്ട് പുള്ളിക്ക്. ആ ലുക്കെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം വലിയ ബഡ്ജറ്റ് വരുന്ന പടം എല്ലാം ഒരുമാതിരി പൊട്ടലാണ് എല്ലാം. അതേവരം മിനിമം ചെറിയ ബഡ്ജറ്റിലൊക്കെ വരുന്ന പടമൊക്കെ നല്ല ബ്ലോക്ക് ബസ്റ്റർ. ഈ 400 കോടി വെച്ച് എത്ര നല്ല പടം എടുക്കുമായിരുന്നു. ഇന്ത്യൻ 3 ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ 2 മോശമായതുകൊണ്ട്
വീണ്ടും 100 കോടി ബഡ്ജറ്റ് എങ്ങാണ്ട് മുടക്കി ഇന്ത്യൻ 3-ൽ ഏതാണ്ടൊക്കെ മാറ്റം വരുത്തുന്നെന്നാണ് കേട്ടത്. ഇനി അതെന്തോ ആവുമോ എന്തോ, കാണാം. അപ്പം നിങ്ങൾ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം. ഓക്കെ, ബൈ.